അഭിഷേകം അഭിഷേകം മറിയത്തിൻ അഭിഷേകം ജ്ഞാനത്തിൻ അഭിഷേകം സ്വർഗത്തിൽ സമ്മാനമായ മറിയത്തിൻ അഭിഷേകം പിതാവിൻ്റെ പൂർണ്ണതയായ ജ്ഞാനത്തിൻ അഭിഷേകം സ്വർഗത്തിൽ സമ്മാനമായ മറിയത്തിൻ അഭിഷേകം പിതാവിൻ്റെ പൂർണ്ണതയായ ജ്ഞാനത്തിൻ അഭിഷേകം ഒഴുകട്ടെ നിറയട്ടെ ലോകം മുഴുവൻ പടരട്ടെ ഒഴുകട്ടെ നിറയട്ടെ ലോകം മുഴുവൻ പടരട്ടെ പാപികൾക്കെല്ലാം രക്ഷ രോഗികൾക്കെല്ലാം സൗഖ്യം പാപികൾക്കെല്ലാം രക്ഷ രോഗികൾക്കെല്ലാം സൗഖ്യം മരിച്ചവരെല്ലാം ഉയർക്കുന്നു പൂഴിയിൽ ഉറങ്ങുന്നോരുണരുന്നു മരിച്ചവരെല്ലാം ഉയർക്കുന്നു പൂഴിയിൽ ഉറങ്ങുന്നോരുണരുന്നു ഒഴുകട്ടെ നിറയട്ടെ ലോകം മുഴുവൻ പടരട്ടെ ഒഴുകട്ടെ നിറയട്ടെ ലോകം മുഴുവൻ പടരട്ടെ വചനത്തിൻ ചുരുളഴിയുന്നു ജ്ഞാനത്തിൻ പ്രഭ വിതറുന്നു വചനത്തിൻ ചുരുളഴിയുന്നു ജ്ഞാനത്തിൻ പ്രഭ വിതറുന്നു സ്വർഗത്തിൻ ശക്തി ഉണരുന്നു മേരിതൻ നാമവും ഉയരുന്നു സ്വർഗത്തിൽ ശക്തി ഉണരുന്നു മേരിതൻ നാമം ഉയരുന്നു ഒഴുകട്ടെ നിറയട്ടെ ലോകം മുഴുവൻ പടരട്ടെ ഒഴുകട്ടെ നിറയട്ടെ ലോകം മുഴുവൻ പടരട്ടെ അഭിഷേകം അഭിഷേകം മറിയത്തിൻ അഭിഷേകം ജ്ഞാനത്തിൻ അഭിഷേകം സ്വർഗത്തിൽ സമ്മാനമായ മറിയത്തിൻ അഭിഷേകം പിതാവിൻ്റെ പൂർണ്ണതയായ ജ്ഞാനത്തിൻ അഭിഷേകം സ്വർഗത്തിൽ സമ്മാനമായ മറിയത്തിൻ അഭിഷേകം പിതാവിൻ്റെ പൂർണ്ണതയായ ജ്ഞാനത്തിൻ അഭിഷേകം ഒഴുകട്ടെ നിറയട്ടെ ലോകം മുഴുവൻ പടരട്ടെ ഒഴുകട്ടെ നിറയട്ടെ ലോകം മുഴുവൻ. ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നത് വേണ്ടിയ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപി ഞങ്ങളെ രക്ഷിക്കണമേ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹീതയാകുന്നു. അങ്ങയുടെ ഉദരത്തെ ഫലമായി യേശു അനുഗ്രഹീതനാകുന്നു.
പരിശുദ്ധ മറിയമേ ദൈവപുത്രൻ്റെ മാതാവേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണ സമയത്തും കർത്താവിനോട് അപേക്ഷിക്കണമേ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹീതയാകുന്നു. അങ്ങയുടെ ദരിദ്ര ഫലമായി ഈശോ അനുഗ്രഹീതനാകുന്നു. പരിശുദ്ധ മറിയമേ ദൈവപുത്രൻ്റെ മാതാവേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണ സമയത്തും കർത്താവിനോട് അപേക്ഷിക്കണമേ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹീതയാകുന്നു. അങ്ങയുടെ ദരിദ്ര ഫലമായി ഈശോ അനുഗ്രഹീതനാകുന്നു. പരിശുദ്ധ മറിയമേ ദൈവപുത്രൻ്റെ മാതാവേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും കർത്താവിനോട് അപേക്ഷിക്കണമേ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹീതയാകുന്നു. അങ്ങയുടെ ദരിദ്ര ഫലമായ ഈശോ അനുഗ്രഹീതനാകുന്നു. പരിശുദ്ധ മറിയമേ ദൈവപുത്രൻ്റെ മാതാവേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും കർത്താവിനോട് അപേക്ഷിക്കണമേ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹീതയാകുന്നു. അങ്ങയുടെ ദരിദ്ര ഫലമായ ഈശോ അനുഗ്രഹീതനാകുന്നു. പരിശുദ്ധ മറിയമേ ദൈവപുത്രൻ്റെ മാതാവേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും കർത്താവിനോട് അപേക്ഷിക്കണമേ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹീതയാകുന്നു. അങ്ങയുടെ ദരിദ്ര ഫലമായ ഈശോ അനുഗ്രഹീതനാകുന്നു. പരിശുദ്ധ മറിയമേ ദൈവപുത്രൻ്റെ മാതാവേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും കർത്താവിനോട് അപേക്ഷിക്കണമേ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹീതയാകുന്നു. അങ്ങയുടെ ദരിദ്ര ഫലമായ ഈശോ അനുഗ്രഹീതനാകുന്നു. പരിശുദ്ധ മറിയമേ ദൈവപുത്രൻ്റെ മാതാവേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും കർത്താവിനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹീതയാകുന്നു. അങ്ങയുടെ ദരിദ്ര ഫലമായ ഈശോ അനുഗ്രഹീതനാകുന്നു. പരിശുദ്ധ മറിയമേ ദൈവപുത്രൻ്റെ മാതാവേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും കർത്താവിനോട് അപേക്ഷിക്കണമേ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹീതയാകുന്നു. അങ്ങയുടെ ദരിദ്ര ഫലമായ ഈശോ അനുഗ്രഹീതനാകുന്നു. പരിശുദ്ധ മറിയമേ ദൈവപുത്രൻ്റെ മാതാവേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും കർത്താവിനോട് അപേക്ഷിക്കണമേ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹീതയാകുന്നു. അങ്ങയുടെ ദരിദ്ര ഫലമായ ഈശോ അനുഗ്രഹീതനാകുന്നു. പരിശുദ്ധ മറിയമേ ദൈവപുത്രൻ്റെ മാതാവേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും കർത്താവിനോട് അപേക്ഷിച്ചുകൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ എപ്പോഴും എന്നേക്കും ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നികളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകമായി അങ്ങേ കരുണ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെ സ്വർഗത്തിലേക്ക് ആനയിക്കുകയും ചെയ്യണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ ഔസേപ്പ് പിതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിത്യസഹായ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ തോമാസ് ശ്ലീഹായെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ മിഖായേലെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ റഫായേലെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ നസറിയാസെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. തൻ്റെ പരിശുദ്ധിയാൽ നരകസർപ്പത്തിൻ്റെ തലയെ തകർത്ത പരിശുദ്ധ കന്യക മറിയമേ, ഞങ്ങളുടെ കുടുംബങ്ങളുടെയും ഞങ്ങളുടെ കൂട്ടായ്മയുടെയും തിരുസഭയുടെയും സൃഷ്ടപ്രഭുത്തിൻ്റെയും ശുശ്രൂഷയുടെ അഭിഷേകങ്ങളുടെയും ദേശങ്ങളുടെയും നാശത്തെ ആഗ്രഹിക്കുന്ന എല്ലാ ദുഷ്ടശക്തികളെയും എൻ്റെ കാലുകീഴ് കൊണ്ടുവന്ന് തകർത്ത് കളയണമേ. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവേ, അവിടത്തേക്ക് മഹത്വം, അവിടത്തേക്ക് ആരാധന, സകല മഹത്വത്തിന് സ്തുതിക്കാൻ യോഗ്യനായ ദൈവമേ, അവിടത്തേക്ക് ആരാധന, അവിടത്തേക്ക് മഹത്വം. ഹല്ലേലൂയ, ദൈവമേ നീ പരിശുദ്ധൻ, പരിശുദ്ധിയുടെ നിറകുടമായ ദൈവമേ, അവിടത്തേക്ക് മഹത്വം. അവേ മരിയ, സ്തോത്രം സ്തോത്രം. പാദം ചേരുന്നു കടകാലയമേ കന്യാമ്പേ, തുല്ലോകത്തിൽ വാതിൽ നീ അമലോത്ഭവയാം മാതാവേ. കഥനം തിങ്ങിയതാ ഞങ്ങൾ നിറ കണ്ണുകളോടെ കേഴുന്നു. കഥനം തിങ്ങിയതാ ഞങ്ങൾ നിറ കണ്ണുകളോടെ കേഴുന്നു. കരുണ നിറഞ്ഞൊരു നാഥേ നീ വിരവോടു തൃക്കൻ പാർക്കണമേ, വിരവോടു തൃക്കൻ പാർക്കണമേ. അമലോത്ഭവയാം മാതാവേ നീ പാവന പാദം ചേരുന്നു
കണ്ടകാലയമേ കല്യാമ്പേ സുലോകത്തിൽ വാതിൽ നീ അമലോത്ഭവയാം മാതാവേ. നിത്യമനോഹര സൗഭാഗ്യം നീ സുതനുടെ കനിവാൽ നേടിയിടാൻ. നിത്യമനോഹര സൗഭാഗ്യം നീ സുതനുടെ കനിവാൽ നേടിയിടാൻ. സുതവത്സലയ മാതാവേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. അമലോത്ഭവയാം മാതാവേനെ പാവന പാദം ചേരുന്നു. കണ്ടകാലയമേ കല്യാമ്പേ സുലോകത്തിൽ വാതിൽ നീ അമലോത്ഭവയാം മാതാവേ. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നത് വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപി ഞങ്ങളെ രക്ഷിക്കണമേ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹീതയാകുന്നു. അങ്ങയുടെ ഉദരത്തെ ഫലമായി യേശു അനുഗ്രഹീതനാകുന്നു. പരിശുദ്ധ മറിയമേ ദൈവപുത്രന്റെ മാതാവേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണ സമയത്തും കർത്താവിനോട് അപേക്ഷിക്കണമേ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹീതയാകുന്നു. അങ്ങയുടെ ഉദരത്തെ ഫലമായി യേശു അനുഗ്രഹീതനാകുന്നു. പരിശുദ്ധ മറിയമേ ദൈവപുത്രന്റെ മാതാവേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണ സമയത്തും കർത്താവിനോട് അപേക്ഷിക്കണമേ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹീതയാകുന്നു. അങ്ങയുടെ ഉദരത്തെ ഫലമായി യേശു അനുഗ്രഹീതനാകുന്നു. പരിശുദ്ധ മറിയമേ ദൈവപുത്രന്റെ മാതാവേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും കർത്താവിനോട് അപേക്ഷിക്കണമേ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹീതയാകുന്നു. അങ്ങയുടെ ഉദരത്തെ ഫലമായ യേശു അനുഗ്രഹീതനാകുന്നു. പരിശുദ്ധ മറിയമേ ദൈവപുത്രന്റെ മാതാവേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും കർത്താവിനോട് അപേക്ഷിക്കണമേ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹീതയാകുന്നു. അങ്ങയുടെ ഉദരത്തെ ഫലമായ യേശു അനുഗ്രഹീതനാകുന്നു. പരിശുദ്ധ മറിയമേ ദൈവപുത്രന്റെ മാതാവേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും കർത്താവിനോട് അപേക്ഷിക്കണമേ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹീതയാകുന്നു. അങ്ങയുടെ ഉദരത്തെ ഫലമായ യേശു അനുഗ്രഹീതനാകുന്നു. പരിശുദ്ധ മറിയമേ ദൈവപുത്രന്റെ മാതാവേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും കർത്താവിനോട് അപേക്ഷിക്കണമേ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹീതയാകുന്നു. അങ്ങയുടെ ഉദരത്തെ ഫലമായ യേശു അനുഗ്രഹീതനാകുന്നു. പരിശുദ്ധ മറിയമേ ദൈവപുത്രന്റെ മാതാവേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും കർത്താവിനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹീതയാകുന്നു. അങ്ങയുടെ ഉദരത്തെ ഫലമായ യേശു അനുഗ്രഹീതനാകുന്നു. പരിശുദ്ധ മറിയമേ ദൈവപുത്രന്റെ മാതാവേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും കർത്താവിനോട് അപേക്ഷിക്കണമേ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹീതയാകുന്നു. അങ്ങയുടെ ഉദരത്തെ ഫലമായ യേശു അനുഗ്രഹീതനാകുന്നു. പരിശുദ്ധ മറിയമേ ദൈവപുത്രന്റെ മാതാവേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും കർത്താവിനോട് അപേക്ഷിക്കണമേ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹീതയാകുന്നു. അങ്ങയുടെ ഉദരത്തെ ഫലമായ യേശു അനുഗ്രഹീതനാകുന്നു. പരിശുദ്ധ മറിയമേ ദൈവപുത്രന്റെ മാതാവേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും കർത്താവിനോട് അപേക്ഷിച്ചുകൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ എപ്പോഴും എന്നേക്കും ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നികളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകമായി അങ്ങേ കരുണ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെ സ്വർഗത്തിലേക്ക് ആനയിക്കുകയും ചെയ്യണമേ. കനിയണമേ, മിശിഹായേ കനിയണമേ, കർത്താവേ ഞങ്ങളെ
നിത്യം പ്രാർത്ഥന സദയം കേൾക്കണമേ. സ്വർഗപിതാവാം സകലേശ ദിവ്യാനുഗ്രഹമേകണമേ. പരരക്ഷകനാം മിശിഹായേ ദിവ്യാനുഗ്രഹമേകണമേ. ദൈവാത്മാവാം സകലേശ ദിവ്യാനുഗ്രഹമേകണമേ. പരിപാവനമാം പ്രീത്വമേ ദിവ്യാനുഗ്രഹമേകണമേ. കന്യാമേരി വിമലാംബേ ദൈവകുമാരനു മാതാവേ രക്ഷകനൊഴിയിലംബികയേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കാം. നിതരാം നിർമ്മല മാതാവേ കരയില്ലാത്തൊരു കന്യകയേ നേർവഴി കാട്ടും ദീപശികേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കാം. നിത്യമഹോന്നത കന്യകയേ വിവേകമതിയാം കന്യകയേ വിശ്രുതയാം സുരകന്യകയേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കാം. വിശ്വാസത്തിൽ നിറകുടമേ കാരുണ്യത്തിൽ നിലയണമേ. ദേവി വിളങ്ങും ദർപ്പണമേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കാം. വിജ്ഞാനത്തിൽ മാനവനുത്സവദായികയേ ദൈവികമാം പരിനീർസുമമേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കാം. ദാവീദിൻ തിരുഗോപുരമേ നിർമ്മലതെന്താഗോപുരമേ ഉള്ളിൽ പൂമണി മന്ദിരമേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കാം. വാഗ്ദാനത്തിൽ പീഡകമേ സ്വർലോകത്തിൻ ദ്വാരകമേ പുലകാലത്തിൽ താരകമേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കാം. രോഗമിയെന്നവനാരോഗ്യം പകരും കരുണാസാഗരമേ പാപിക്കവനിലാശ്രയമേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ഈ നാടിനെ മാത്രമല്ല കേരളത്തെ തന്നെ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുന്ന വലിയ ഒരു പ്രശ്നത്തിന് പരിഹാരം തേടിയാണ് ഈ ഇന്നും നാളെയുമായി 2 ദിവസത്തെ മിറക്കിൾസ് ആൻഡ് റോസറി ശുശ്രൂഷ സ്പിറ്റിംഗ് ജീസസ് സമൂഹം ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കറിയാം 1895 മുല്ലപ്പെരിയാർ ഡാം അതിന്റെ പണി പൂർത്തിയാക്കിയത്. 999 വർഷത്തെ ലീസിനാണ് അതിന്റെ പണി കഴിഞ്ഞ് അത് നൽകിയത്. ഇന്ന് 1 നൂറ്റാണ്ട് പൂർത്തിയായി. അതിനുശേഷം അനേക വർഷങ്ങളായി ഇന്ന് വലിയൊരു തർക്കം ഉടലെടുത്തിരിക്കുകയാണ്. മുല്ലപ്പെരിയാർ അത് വളരെയധികം കേടുപാടുകൾ ആ ഡാമിന് സംഭവിച്ചു എന്ന് അനേകം വിദഗ്ധന്മാർ പറയുന്നു. കുറെ പേര് പറയുന്നു, അനേകം വിദഗ്ധന്മാർ പറയുന്നത് അതിന് കേടുപാടുകളൊന്നുമില്ല, ഇനിയും അനേക വർഷങ്ങൾ അത് ഉപയോഗിക്കാൻ സാധിക്കുമെന്നാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു തർക്കം ശക്തമായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തില്, പ്രത്യേകിച്ച് മഴക്കാലങ്ങളില് ഇത് വളരെ ശക്തമായിട്ട് ഉയർന്നു വരും. തമിഴ്നാട് ഗവൺമെന്റും കേരള ഗവൺമെന്റും ഒരുപാട് ചർച്ചകളെല്ലാം നടത്തി. പക്ഷേ തമിഴ്നാട് ഗവൺമെന്റ് പുതിയൊരു ഡാം പണിയാൻ ഒരു കാരണവശാലും അത് അനുവദിക്കുന്നില്ല. കേരള സർക്കാർ പുതിയൊരു ഡാം പണിയുന്നതിന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്.
പക്ഷേ ആരെല്ലാം വിചാരിച്ചിട്ടും ഈ തർക്കത്തിന് ഒരു പരിഹാരം ഇന്ന് വരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം. അതേസമയം ജനം ഈ കേരളത്തിലെ 5-6 ജില്ലകള് തകർന്നു പോകും ഈ ഡാമിന് എന്തെങ്കിലും ബലക്ഷയം സംഭവിച്ചാൽ. അതുകൊണ്ട് തന്നെ മഴക്കാലമായാൽ ഈ കേരളത്തിലെ അനേക ജില്ലകളിലെ ജനങ്ങൾ രാത്രി ഉറങ്ങാൻ പോലും പറ്റാത്ത രീതിയിൽ ഭയാക്രാന്തരായിട്ട് ജീവിക്കുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത്. ഇവിടെ സ്പിരിറ്റ് ജീസസ് സമൂഹം, സ്പിരിറ്റ് ജീസസ് അഭിഷേകം ഒരു തീരുമാനമെടുത്തു. ഈ തിന്മയ്ക്കെതിരെ അല്ലെങ്കിൽ ഈ പ്രതിസന്ധിക്കെതിരെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ ശക്തമായ കരങ്ങൾ അവിടെ ഇടപെടുകയും ഇതിനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കുകയും ചെയ്യുമെന്ന ഉറച്ച വിശ്വാസത്തോടെയാണ് ഇനി സമൂഹം ഇവിടെ പ്രാർത്ഥനയിലായിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ ശക്തമായ കരങ്ങൾക്ക് മാത്രമേ ഈ ഡാമിനെ താങ്ങി നിർത്താൻ സാധിക്കൂ എന്ന തിരിച്ചറിവാണ് അതിന്റെ പിന്നിലുള്ളത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്, നിങ്ങൾ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നത് എന്തും നിങ്ങൾക്ക് ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ, നിങ്ങൾക്കത് ലഭിക്കുക തന്നെ ചെയ്യും. കർത്താവിന്റെ വാഗ്ദാനമാണത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇവിടെ മാനുഷികമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്തടത്ത് നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഈ 2 ദിവസങ്ങളിലായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് വലിയൊരു യുദ്ധം നമ്മൾ ജയിച്ചു കഴിഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് കർത്താവിന്റെ ദാസൻ പറഞ്ഞു, ആ ഡാമിനെ താങ്ങാൻ നമ്മുടെ കർത്താവിന്റെ കരങ്ങൾ ശക്തമാണ്. ഹല്ലേലൂയ. ഇനിയുള്ള സമയങ്ങൾ നമ്മൾ പ്രാർത്ഥനയിലായിരിക്കാം. കർത്താവ് ഈ ദിവസങ്ങളിൽ ഈ ദേശത്തേക്ക് ഇറങ്ങി വന്ന് ആ ഡാമിന്റെ കാര്യത്തിൽ ശരിയായ തീരുമാനങ്ങൾ എടുക്കുവാൻ ഈ ഗവൺമെന്റുകളെ പ്രാപ്തരാക്കട്ടെ. ഗവൺമെന്റുകൾക്ക് അതിന് സാധിക്കുമാറാകട്ടെ. കർത്താവിന്റെ ശക്തമായ ഇടപെടൽ മാത്രമേ ഈ പ്രശ്നത്തിന് പരിഹാരമുള്ളൂ. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥനയിലായിരിക്കാം. അതോടൊപ്പം തന്നെ ഈ നാട്ടിലെ എല്ലാ മനുഷ്യരോടും ഞങ്ങൾ അപേക്ഷിക്കുകയാണ്, നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന് മാത്രമേ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം, ശാശ്വതമായ പരിഹാരമുണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ. പരിശുദ്ധ അമ്മയുടെ രൂപവും വഹിച്ചുകൊണ്ട് ഈ ദേശത്തെ കൂടെ നമ്മൾ ഈ ജപമാല റാലി നടത്തിയപ്പോൾ പരിശുദ്ധ അമ്മ ദൂതഗണങ്ങളോടുകൂടി ഈ റാലിയിലേക്ക് ഇറങ്ങി വന്നത് ഞാൻ കണ്ടതാണ്. ഹല്ലേലൂയ, ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ. ഇസ്രായേൽ ജനം 40 വർഷം മരുഭൂമിയിലൂടെ നടന്നപ്പോൾ അവരുടെ പാദങ്ങൾ വീങ്ങിയില്ല, അവരുടെ വസ്ത്രങ്ങൾ പഴകിയില്ല. ഇത് നമ്മൾ 1 മണിക്കൂർ നമ്മൾ നടന്നു. നിങ്ങളുടെ ആരുടെയും പാദങ്ങൾ വീങ്ങാതിരിക്കട്ടെ. നിങ്ങളുടെ മേലെ വീണ മഴത്തുള്ളികൾ നിങ്ങളുടെ ആത്മാവിൻ്റെയും ഹൃദയത്തിൻ്റെയും മനസ്സിൻ്റെയും വിശുദ്ധീകരണമായി അത് മാറട്ടെ. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ കേട്ടു, ദാവീദ് 5 തലത്തിൽ യുദ്ധം ചെയ്തു. പക്ഷെ റാലി ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കി, നമുക്ക് 5 അല്ല 6 തലങ്ങളിൽ യുദ്ധമുണ്ട്. അത് 6ാമത്തെ തലമാണ് പ്രപഞ്ചശക്തികൾ. അതിനുള്ള നമുക്ക് വിജയം വേണം. പ്രപഞ്ചശക്തികൾ അതുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ പ്രതിപാദിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും തീർച്ചയായിട്ടും നമ്മൾ റാലി ആരംഭിച്ചപ്പോൾ ആരംഭിച്ച മഴ, പക്ഷെ നിങ്ങളെ ആരെയും അത് മനസ്സ് മടിപ്പിച്ചിട്ടില്ല എന്ന് ഞാൻ വിചാരിക്കുക. മടുപ്പുണ്ടാകും. ഹല്ലേലൂയ. നിങ്ങളുടെ നനഞ്ഞ വസ്ത്രങ്ങൾ ഉണങ്ങട്ടെ. നിങ്ങൾക്ക് ആർക്കും ഒരു ജലദോഷമോ ഒരു തുമ്മലോ ഒരു പനിയോ ഒന്നും ഉണ്ടാകാതിരിക്കട്ടെ. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ സൂര്യനെല്ലയിലും കേരളത്തിന്റെ പല ഭാഗത്തും തൃശ്ശൂരും ഒക്കെ റാലി നടത്തിയപ്പോഴൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്ത് നമ്മുടെ വിശ്വാസത്തെ പലപ്പോഴും പരീക്ഷിച്ചു നോക്കിയിട്ടുണ്ട്.
പക്ഷെ അവിടെയെല്ലാം നമ്മൾ ഉറച്ച കാൽവെപ്പ് മുന്നോട്ട് വെച്ച് നമ്മൾ നടത്തി അത് പൂർത്തീകരിച്ചു കൊടുത്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയുടെ നാമത്തിൽ ഈ വിശ്വസം നടത്തുമ്പോൾ ശത്രു ഇങ്ങനെ നോക്കി നിൽക്കുക, തടസ്സങ്ങൾ ഉണ്ടാക്കാൻ. അവിടെ നമ്മുടെ വിശ്വാസം പരീക്ഷിക്കപ്പെടുകയാണ്. പരിശുദ്ധ അമ്മ അവിടെ നോക്കിയാണ് അമ്മയുടെ മക്കൾ യുദ്ധത്തില് വീരകളാകുമോ വിജയികളാകുമോ. നമ്മൾ തെളിയിച്ചു കൊടുത്ത് നമ്മള് വിജയിച്ചവരാ. ഹല്ലേലൂയ. നമുക്ക് നന്ദി പറയാം. കൃത്യമായിട്ട് ഈ സെപ്റ്റംബർ മാസം 3 റാലികൾ നടത്താൻ നമുക്ക് സാധിച്ചു. ഒന്ന് വയനാട്ടിലെ സുൽത്താൻബത്തേരിയില്, 2 തൃശ്ശൂരില്, 3 സൂര്യനിലയില്, ഇപ്പോൾ ഇവിടെ കട്ടപ്പനയിൽ. ഹല്ലേലൂയ. ഓരോ റാലികളും നമ്മുടെ യുദ്ധങ്ങളാണ്, വലിയ വിജയങ്ങളാണ്. കൃത്യമായിട്ട് ഇന്നത്തെ ദിവസം ശനിയാഴ്ച കേരളത്തിലും ലോകത്തിന്റെ പലയിടങ്ങളിലുമായിട്ട് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന യുദ്ധത്തിന്റെ ജമാല യുദ്ധത്തിന്റെ ദിവസമാണ്. ഈ റാലിയും ലോകമെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്ന വാർ അഗൈൻസ്റ്റ് വാർ യുദ്ധത്തിനെതിരെ ജമാ യുദ്ധത്തിന്റെ ഒരു ഭാഗമായിട്ടാണ് പല സ്ഥലത്തും ആൾക്കാർ കൂടിച്ചുള്ള റാലി നടത്തിയെന്ന് ഞാൻ സുഹൃത്തുക്കൾ ഏറ്റു പറയുക. ഹല്ലേലൂയ. നമ്മൾ എന്തെല്ലാം നിയമം സമർപ്പിച്ചിട്ടുണ്ട്. ഈ യുദ്ധത്തിന്റെ ജമാല യുദ്ധമല്ല, ഈ ജമാല റാലിയിലൂടെ ലോകത്തിൽ നേടാനും നടത്തപ്പെട്ട റാലിയിലൂടെ എന്തെല്ലാം നിയമങ്ങൾ നമ്മൾ സമർപ്പിച്ചു. പ്രത്യേകിച്ചും റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിക്കണം, ലോകത്തിൽ സമാധാനം ഉണ്ടാകണം, ഈ ഒരു 3 അലോഹത്ത് ഉണ്ടാവരുത്, ഒരു ആണവയുദ്ധം ഉണ്ടാവരുത്. ഈ നിയമങ്ങളെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് കർത്താവ് കടമയ്ക്ക് നന്ദി അർപ്പിക്കുകയാണ്. ഇതിൽ പങ്കെടുത്ത നമ്മളോട് നന്ദി പറയുന്നു. നമ്മുടെ പരിശുദ്ധാത്മാവ് അവിടുത്തെ അഭിഷേകവും എല്ലാവരിലേക്ക് ഇറങ്ങി വന്ന് എല്ലാവരെയും വീണ്ടും സുഖപ്പെടുത്തട്ടെ, ശക്തിപ്പെടുത്തട്ടെ. എല്ലാ തളർച്ചയും ക്ഷീണവും എടുത്തു മാറ്റപ്പെട്ട് ഓരോ മക്കളും ദൈവത്തിന്റെ ആത്മാവിൽ ദുരിതരായി ഇത്രയും ഇറങ്ങി പോകുവാൻ ദൈവമേ നന്ദി പറയുന്നു, അല്ലെങ്കിൽ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ മഹത്വം, നന്ദി, ആരാധന, സ്തുതിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ നിറവിനാൽ എല്ലാവരും നിറയപ്പെടട്ടെ. എല്ലാ ക്ഷീണവും തളർച്ചയെല്ലാം വിട്ടു മാറി പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ രക്തത്തിന് യോഗ്യതയാണ് ഓരോ മക്കളും ശുദ്ധീകരിക്കപ്പെടട്ടെ, കഴിയപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, ഗ്ലോറി. കൃത്യമായിട്ട് ഈ റാലിയിൽ പങ്കെടുത്ത് നിങ്ങൾ ഓരോരുത്തരും ഉണ്ടായിരുന്ന വ്യക്തിപരമായ നിയോഗങ്ങള് അതിനെല്ലാം കിട്ട ഉത്തരം നൽകുമാറാകട്ടെ. ഇതിൽ പങ്കെടുത്ത കുറേയേറെ യുവാക്കന്മാര്, യുവതികള്, കുട്ടികള്, നിങ്ങളെയൊക്കെ പഠനത്തിൽ, നിങ്ങളുടെ പരീക്ഷകളില് നിങ്ങൾക്ക് വലിയ അനുഗ്രഹം കടന്നു വരുമാറാകട്ടെ. ഇതിൽ കിടക്കുന്ന ബന്ധനങ്ങൾ, പഠിക്കാൻ പറ്റാത്ത തടസ്സങ്ങൾ, പഠനത്തിൽ അത് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, പരീക്ഷ ജയിക്കാൻ പറ്റാത്ത തടസ്സങ്ങൾ എല്ലാം മാറിപ്പോകട്ടെ. നിങ്ങൾ പങ്കെടുത്ത ഈ റാലി നിങ്ങൾക്ക് നിങ്ങളുടെ ആത്മീയമായ ജീവിതത്തിന്, ഭൗതികമായ ജീവിതത്തിന്, വിദ്യാഭ്യാസ ജീവിതത്തിന് ഇതും എപ്പോഴും ഒരു അനുഗ്രഹമായിരിക്കട്ടെ. ഇതിൽ പങ്കെടുത്ത ഓരോ മക്കളും, ഓരോ വ്യക്തികളും, ഓരോ പുരുഷന്മാരും, ഓരോ സ്ത്രീകളും എന്നും പ്രധാനവും അനുഗ്രഹീതരായി തീരുമാറാകട്ടെ. നിങ്ങളെ ഹൃദയത്തിലും ശരീരത്തിലും മനസ്സിലും ആത്മാവിലും ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയും സമാധാനവും നിറഞ്ഞ് ദൈവത്തിന്റെ ആത്മാവ് എപ്പോഴും വഴി നടത്തുമാറാകട്ടെ. ആമേൻ. പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറയുന്നു. സ്വർഗീയ സൈന്യങ്ങൾ ദൂതന്മാരോട് നന്ദി പറയുന്നു. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എല്ലാ വിശുദ്ധരുകൾ നന്ദി പറയുന്നു. ദൈവകൃപ നിറയുന്ന വിശ്വസി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹീതയാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹീതനാവുന്നു. പറഞ്ഞവരും ശിരസിൽ വെച്ചുകൊണ്ട് പിതാവിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന പരിശുദ്ധാത്മാവ് നിങ്ങൾ ശരീരത്തിൽ നിറഞ്ഞ, ഹൃദയത്തിലും ആത്മാവിലും നിറഞ്ഞ് നിങ്ങൾക്ക് ശക്തിയും ധൈര്യവും ബലവും നൽകുമാറാകട്ടെ. ശരീരമായ മാനസികമായ സൗഖ്യം നിങ്ങൾ ലഭിക്കുമാറാകട്ടെ. എല്ലാ തളർച്ചയും ക്ഷീണങ്ങളും വിട്ടുപോകട്ടെ. ശക്തരും കരുത്തരും ധൈര്യമായിരിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹീതയാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹീതനാകുന്നു. വാഹനങ്ങളിൽ മടങ്ങിപ്പോകുന്നവര് സുരക്ഷിതമായ യാത്ര തങ്ങളെ കാത്തു പരിപാലിക്കട്ടെ. ദൂതന്മാർക്ക് സംരക്ഷണം നൽകുമാറാകട്ടെ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹീതയാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹീതനാകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ.
ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ. ഈശോ സ്വീകരിക്കട്ടെ, സ്വീകരിക്കട്ടെ.